അപ്പൊ നമസ്കാരം. നമ്മളിപ്പോ വന്നിരിക്കുന്നത് കർണിക എന്ന് പറഞ്ഞ മൂവിയുടെ വിശേഷങ്ങളെ കുറിച്ച് അറിയാനാണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം പ്രിയ നായരാണ്. വെൽക്കം. താങ്ക് യു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഇപ്പൊ കർണികയെ കുറിച്ച് പറയാൻ എന്താണ് ഉള്ളത്? എന്താണ് ഒരു സംഭവം? എനിക്ക് കർണിക ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ്. കണ്ടോ, ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം പുക. നിങ്ങള് പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ല, ഒരു ചേട്ടൻ ഇവിടെ മൊത്തം പുകയ്ക്കുന്നുണ്ട്. സത്യം, ഫുള്ള് പുകവയം, ഫുൾ ഹൊററാണ്. ശരിക്കും ഒരു ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുമായിരിക്കും. ഫുൾ പുകമയം. ആംബിയൻസ് സെറ്റ് ചെയ്തതാണ്. മറ്റാർക്കും കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടി. അല്ല, ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ്. ഏരിസ് പ്രൊഡക്ഷന്റെ ബാനറിൽ ശ്രീ സോഹൻ റേ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് അരുൺ വെമ്പാല ഡയറക്ട് ചെയ്തേക്കുന്നത്. അദ്ദേഹം ഒരു പുതുമുഖ സംവിധായകനാണ്. ഒരു കൂട്ടം പുതുമുഖ ആൾക്കാര് ഇപ്പൊ അഭിനേതാക്കളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ടെക്നിക്കൽ ക്രൂസ് ആണെങ്കിലും ഒക്കെ ഒത്തിരി പുതിയ ആൾക്കാരുണ്ട്. ടി ജി രവിയങ്കളുടെ മകളായിട്ട് അഭിനയിക്കാൻ പറ്റിയതിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. ഇതൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൊറർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു? അങ്ങനെ ചെയ്തപ്പോ ശരിക്കും ഇല്ല, ഇവരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഞാനത് വളരെ കൗതുകപരമായിട്ട് മനയിലായിരുന്നു ഷൂട്ട്. രസമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വളരെ രസമായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഭയങ്കര രസമായിരുന്നു. ഈ കർണിക എന്ന് പറയുന്ന ടൈറ്റിൽ അതിനകത്ത് എന്താണ് അർത്ഥം? എന്താണ് തോന്നിയത് പ്രിയങ്കയ്ക്ക്? എനിക്ക് പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കർണിക. പിന്നെ അതിന്റെ ഒരു ടാഗ് ലൈനും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പ്രിൻസസ് ഓഫ് ഡാർക്ക്നെസ്. കർണിക പ്രിൻസസ് ഓഫ് ഡാർക്ക്നെസ്, ഇരുളിന്റെ രാജകുമാരിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കാറുണ്ടോ? സെലക്റ്റീവ് ആണോ? വരുന്ന സിനിമകളിൽ നമ്മള് ബെസ്റ്റ് ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അയ്യോ, അങ്ങനൊന്നുമില്ല. അല്ലാത്ത എത്രയോ സിനിമകള് അല്ല, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് സിനിമകൾ അല്ലാത്ത എത്രയോ സിനിമകള് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല. പുതുമുകളുടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണോ കുറച്ചുകൂടെ? അങ്ങനൊന്നുമില്ല. എന്റെ സിനിമകളെ നോക്കിയാൽ അങ്ങനൊന്നും പുതിയത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതില്ല. സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഇതിനകത്ത് ഡയറക്ടർ പുള്ളി മ്യൂസിക്കും കൂടെയാണ്. സോങ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബ്യൂട്ടിഫുൾ സോങ്സ് അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? നല്ല. അല്ല, അതല്ലാതെ പാട്ടുകൾ കേട്ട് നോക്കൂ. ഇതിൽ ഒത്തിരി പാട്ടുകളുണ്ട്. പാട്ടുകളെല്ലാം പുറത്തു വന്നതാണ്. പക്ഷെ എല്ലാം മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. സെമി ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ഉണ്ട്. അതിൽ ഡാൻസ് ഉണ്ട്. ഞാനല്ല, അത് ആ സോങ് പുറത്തു വന്നല്ലോ. അത് പുറത്തു വന്നു. എന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള കുറെ അധികം പാട്ടുകളുണ്ട് അതിൽ. പുതിയ പ്രോജക്ട്സ് അടുത്തത് ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയാണ്. അത് കഴിഞ്ഞാൽ ഒരു 2 തമിഴ് പ്രോജക്ട്സ് ഉണ്ട്. അഗെയിൻ മലയാള സിനിമകളുണ്ട്. കുറെ അധികം പ്രോജക്ട്സുകൾ ഇനിയിപ്പോ ഷൂട്ട് തുടങ്ങാനുണ്ട്. റിലീസ് ആവാൻ കുറച്ച് സിനിമകളുണ്ട്. തമിഴ് ഇൻഡസ്ട്രി ആണോ മലയാളം ഇൻഡസ്ട്രി ആണോ കുറച്ചുകൂടെ? അങ്ങനൊന്നും ഇല്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. അല്ല, അങ്ങനെ ഒരു പ്രത്യേകത പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കർണികയെ കുറിച്ചാണ് ചോദിക്കാം. കർണികയിൽ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോ എന്താ ചെയ്യണം എന്താ എത്ര തോന്നി? ഞാൻ ഈ ജോണർ ചെയ്തിട്ടില്ല. ത്രില്ലേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ഹൊറർ മൂവി ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഷോർട്ട് ടൈം ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ആൾക്ക് പോകാൻ സമയമായി. അല്ല, രാവിലെ തൊട്ട് ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. വൈകുന്നേരമായി നമുക്ക് എത്തണം. അപ്പൊ അതുകൊണ്ട് അവസരത്തിൽ നമുക്ക് വിശാലായിട്ട് സംസാരിക്കാം. അടുത്ത സിനിമ എല്ലാ പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഓണമൊക്കെയാണ്, അടിച്ചു പൊളിക്കും കേട്ടോ. അങ്ങനെ പറ്റില്ല അല്ലേ? നമ്മുടെ ഇപ്രാവശ്യം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിന് പറ്റുന്ന ഒരു മാനസികാവസ്ഥ. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കും. താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.